ഹെമൽബാഹ് വാട്ടർഫാളിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഗ്രിൻഡൽവാൾഡിലേക്കാണ്. പോകുന്ന വഴിയിലാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. സ്വിറ്റ്സർലാൻഡിലെ കുന്നും മലയും തടാകവും ഓരോ മുക്കും മൂലയും വരെ ഒരു കേബിൾ കാറോ ബോട്ടോ അല്ലെങ്കിൽ ഒരു ട്രെയിനോ ഇട്ട് ടൂറിസത്തിന്റെ എല്ലാ സാധ്യതകളും അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ലോട്ടബ്രണ്ണൻ കണ്ട എനിക്ക് ഗ്രിൻഡൽവാൾഡ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ബ്രെയിൻസ് തടാകത്തിന്റെ സൗത്ത് സൈഡിലുള്ള ഗ്രാമമാണ് ഇസൽവാൾഡ്. ഇന്റർലാക്കനിൽ നിന്ന് വലിയ ദൂരത്തല്ല ഇത് സ്ഥിതി ചെയ്യുന്നത്. ബസ് മാർഗമോ കാറ് മാർഗമോ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. പുറത്തുനിന്നുള്ള വാഹനങ്ങളൊന്നും അകത്തോട്ട് കടത്തിവിടില്ല. അതുകൊണ്ട് വണ്ടി പുറത്ത് പാർക്ക് ചെയ്ത് നടന്നു വേണം നമുക്കിത് കാണാനായിട്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഈ ഗ്രാമത്തിന്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഫിഷിങ്ങും ഫാമിങ്ങുമാണ്. ഇസൽവാൾഡിലെ സീബർഗ് എന്ന് പറയുന്ന യുണീക് കാസിൽ ടൂറിസ്റ്റുകൾക്ക് ഇപ്പൊ ഓപ്പൺ അല്ല. പുറത്തുനിന്ന് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു റീഹാബിലേഷൻ സെന്റർ ആയിട്ടാണ് ഇതിപ്പോ യൂസ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. നടന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ സുന്ദരമായിട്ടുള്ള യൂറോപ്യൻ ഗ്രാമം. അത് കണ്ടു തീർന്നതിന് ശേഷം കാറും തിരിച്ചു കൊടുത്ത് ലോട്ടബ്രണ്ണനിലേക്ക് ട്രെയിൻ മാർഗം ഞങ്ങൾ തിരിച്ചുപോയി.